കടയിലെ നമ്മുടെ നാട്ടിലെ കടകളിൽ അതേപോലെ അയലത്ത് കിട്ടുന്ന കടകളിലൊക്കെ കിട്ടുന്നത് ഏറ്റവും തേർഡ് ക്വാളിറ്റി സാധനങ്ങളാണ്. നമുക്ക് മറ്റൊരു ഓണ്ടർപ്രണറെ കിട്ടിയിട്ടുണ്ട്. ആള് D2C ബ്രാൻഡാണ് ഓൺ ചെയ്യുന്നത്. എന്ത് പ്രോബ്ലം ആണ് അവർ സോൾവ് ചെയ്യുന്നത് ചോദിക്കും. പേരെന്തായിരുന്നു? ഹംസ. ഓക്കെ. കമ്പനിയുടെ പേര്? സെയിം ഹെൽത്ത് എന്നാണ് കമ്പനി നെയിം. ഓക്കെ. എന്ത് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നത്? നമ്മള് ഈ കാഷ്യൂ അതേപോലെ സ്പൈസസ് നട്ട്സ് അതിന്റെയൊക്കെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊക്കെ നോർമലി ചീപ്പ് സാധനങ്ങളാണ്. ഓട്ടോമാറ്റിക് നമ്മുടെ നാട്ടിലെ കടകളിൽ അതേപോലെ അയലത്ത് കിട്ടുന്ന കടകളിലൊക്കെ കിട്ടുന്നത് ഏറ്റവും തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? അത് എത്തിക്കാന്ന് പറഞ്ഞു, ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എത്തിക്കുന്നത്. അത് എങ്ങനെയാണ് നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? നമുക്ക് ഒരു ഇ-കോമേഴ്സ് സ്റ്റോർ ഉണ്ട്. അതുവഴി മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അവർക്ക് സിംപ്ലി അത് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അതേപോലെ കൊറിയർ സർവീസ് വഴിയൊക്കെയാണ് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ടീമിന്റെ അടുത്ത് കളക്ട് ചെയ്യും. അത്യാവശ്യം ഇയർ ആയിട്ട് ചെയ്യുന്ന ടീമുണ്ട്. അവരുടെ നമ്മൾ കളക്ട് ചെയ്യും ഓർഡറിനനുസരിച്ചിട്ട്. എത്രയാണോ ആവശ്യമുള്ളത് കസ്റ്റമേഴ്സിന് അത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അല്ലെങ്കിൽ കൊറിയർ സർവീസ് വഴി നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ, അടിപൊളി. അപ്പൊ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഷോപ്പിഫൈയിലാണ് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. team.in എന്നാണ് ഡൊമൈൻ നെയിം. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാം. ഏത് സമയത്തും നമ്മൾ അവർക്ക് വേണ്ടി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ. 24/7 24/7 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഷോപ്പിഫൈ തെരഞ്ഞെടുക്കാനുള്ള റീസൺ? ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്റെ ബ്രദർ ഒരു ഡെവലപ്പറാണ്. അപ്പോൾ അത് അന്വേഷിച്ച് വന്നപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാനും ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാനും എന്റെ കസ്റ്റമേഴ്സിന് അത്യാവശ്യം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോപ്പിഫൈ തെരഞ്ഞെടുത്തത്. അതേപോലെ ഇപ്പൊ നിങ്ങളെ കസ്റ്റമേഴ്സിനെ പറഞ്ഞു, നിങ്ങളെ കസ്റ്റമേഴ്സ് ആരാണ്? അങ്ങനെയാണെങ്കിൽ എല്ലാവരും നിങ്ങളെ കസ്റ്റമേഴ്സ് അല്ലല്ലോ. ഏത് ടാർഗറ്റ് ഓഡിയൻസിനെയാണ് നിങ്ങൾ ഏത് ഓഡിയൻസിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നോർമലി കിട്ടുന്ന ഒരു കാശിനല്ല നമ്മൾ കിട്ടുക. ഫസ്റ്റ് ക്വാളിറ്റി ആകുമ്പോൾ അത്യാവശ്യം അതിന് കാശ് വരും. അപ്പൊ അത് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ, അതേപോലെ അത്യാവശ്യം കാശുള്ള ആൾക്കാർ, ഹെൽത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ കസ്റ്റമേഴ്സ് ആയിട്ട് വരിക. പിന്നെ നോർത്ത് സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? അവരിലേക്ക് നമ്മളെ ബ്രാൻഡിനെ എത്തിക്കണമല്ലോ. അതായത് അഡ്വർടൈസ്മെന്റ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. മാർക്കറ്റിംഗ് നമ്മൾ മെറ്റയിലും ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നല്ല കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം അത് റീൽ ഇടുക. അതേപോലെ അത്യാവശ്യം നല്ല വീഡിയോസ് വെച്ചിട്ട് തന്നെ ആഡ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുക. അത് മുഖേനയാണ് നമുക്ക് ഓർഡർ വരുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് യൂസ് ചെയ്തിട്ട് വീണ്ടും അത് റെഫർ ചെയ്തിട്ടും അതുപോലെ വീണ്ടും യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കൂടുതലായിട്ട് റെഫറൽ വരുന്നുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നല്ല ക്വാളിറ്റി ആണെന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. അവർ റെഫർ ചെയ്തിട്ട് അടുത്ത ആൾക്കാർ മേടിക്കുന്നുണ്ട്. അടിപൊളി. എനിവേ, ഓൾ ദ